ദൈവമേ, ഉയർത്തെഴുന്നേറ്റ ദൈവമേ, ഉദ്ധിതനായ ദൈവമേ, ക്രൂശിക്കപ്പെട്ട ദൈവമേ, തിരുവിലാവിൽ മുറിവേറ്റ ദൈവമേ, കിരീടം ചൂടിയ ദൈവമേ, എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്നു, എല്ലാ വിശുദ്ധന്മാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്നു, എല്ലാ വിശുദ്ധ രക്തസാക്ഷികളുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്നു, എല്ലാ മാലാഖമാരുടെ കൂടെ അങ്ങയെ ആരാധിക്കുന്നു. തിരുമുറുവാർന്ന വലത് കരത്താൽ ഓരോ മകനെയും ഓരോ മകളെയും ഈ നിമിഷം സ്പർശിക്കണമേ. വൈദ അക്കാലം പോലെ ദൈവശക്തിയാൽ അങ്ങയുടെ മക്കള് നിറയട്ടെ. പൈശാചിക ശക്തികള് യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില് തീരാവേദനകള്, ദുരിതങ്ങള്, തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഞങ്ങൾ ബലം പ്രാപിക്കട്ടെ. ഞങ്ങൾ നിത്യപിതാവേ, നിത്യപിതാവേ, അങ്ങേ പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിലെ അങ്ങയുടെ കൈകളെ ഉയർത്തണമേ. എല്ലാ ബലഹീനതകളെ അതിജീവിക്കുവാൻ അങ്ങയുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിപ്പോകുന്നവരെ, ഞങ്ങളുടെ കുടുംബങ്ങള് സമാധാനം നഷ്ടപ്പെടുന്നവര്, ജീവിതത്തിന്റെ അനുദിന ജീവിതത്തിന്റെ മാർഗമില്ലാതെ വലയുന്നവരെ എന്ത് ചെയ്യണമെന്ന് ഉറപ്പില്ലാതെ ഉഴലുന്നവരെ ഈ നിമിഷം വഴിയും സത്യവും ജീവനുമായ യേശുവിന്റെ നാമത്തില് ബലം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില് സൗഖ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തില് ശക്തിപ്പെടട്ടെ.
അപ്പോൾ അവളിപ്പം മാതാവിനോട് പറയും, മാതാവേ 100-ന് 108 വെച്ചാൽ നമുക്ക് നിൽക്കാപ്പള്ളിക്കളിയില്ല. ഇപ്പം ഈ കാലങ്ങളിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കുന്ന ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഉടമ്പടി പ്രയോജനപ്പെടുത്തും. ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയകക്ഷി കരാറ്. ഉഭയകക്ഷി എന്ന് വെച്ചാൽ 2 കക്ഷികൾ തമ്മിൽ. അപ്പോൾ ഉടമ്പടി നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു വ്യക്തിയായിട്ട്, നമ്മളൊരു വ്യക്തിയായിട്ട് ഈക്വലായിട്ട് വരും. ഇത് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഇക്കണോമിക്സ് അറിയാൻ പറ്റും. ഞാനും ദൈവവും ഇപ്പോൾ ഒരു ഉടമ്പടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ എന്തെല്ലാം പ്രശ്നം വന്നാലും തളരത്തില്ല. എന്താ കാര്യം? ഉടമ്പടിയാണ്, ഉടമ്പടിയിലുള്ളതാണ്. ഇപ്പം മോഡി പ്രധാനമന്ത്രി ട്രംപിനെ പോയി കെട്ടിപ്പിടിച്ചാലും അവർ തമ്മിൽ വലിയ ബിസിനസ് ഡീലൊക്കെ നടത്തിയാലും റഷ്യക്കാരൻ കുലുങ്ങത്തില്ല. എന്താ കാര്യം? നമ്മൾ പത്രക്കാരൊക്കെ പറയും റഷ്യയിൽ നമ്മൾ മാറാൻ പോവുകയാണ്, നമ്മൾ അമേരിക്കയുമായിട്ട് ചേരിൽ വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാലും പുടിൻ അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും കുലുങ്ങത്തില്ല. എന്താ കാര്യം? ഇന്ത്യയുമായിട്ട് വർഷങ്ങളോളം ഒരു ഉടമ്പടിയിലാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഫോറിൻ കണക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടിക്കെതിരാണത്. അത് മോഡി ഒട്ട് ചെയ്യത്തുമില്ലെന്ന് പുടിനറിയാം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഉടമ്പടിയുടെ ഗുണം അതാണ്. ബയലാറ്ററായിട്ടുള്ള ബൈൻഡിങ്ങാണ്, മ്യൂച്വൽ ബൈൻഡിങ് വരും. അപ്പം നമ്മുടെ മുമ്പിലൂടെ എൻ്റെ മക്കളെ എൻ്റെ ദൈവത്തിൻ്റെ വിഷയത്തിലുള്ള ഉടമ്പടി സിമ്പിളാണ്. അപ്പം നമ്മൾ ദൈവദൃശ്യത്തിൽ ഏറ്റിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ദൈവികമായ രീതിയിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ മാനുഷ്യമായിട്ട് രീതിയിലാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ദൈവം ബൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം. പക്ഷേ ദൈവം അതിന് അഡ്ഹിയർ ചെയ്യത്തില്ല, ദൈവം അതിന് വശംവദനാകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിൽ പല കാര്യങ്ങളും ഉഴപ്പും. നിങ്ങളാണെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം മുമ്പാണെങ്കിലും ഉടമ്പടി ഉണ്ടായ കാലത്ത് ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനും പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവ ആനുകൂല്യങ്ങൾ ദൈവം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് നമുക്ക് തരണത്. അപ്പം ഇത് ഉടമ്പടി വേറെ പ്രത്യക്ഷീകരണം വേറെയല്ല, രണ്ടും ഒന്നാണ്. പ്രത്യക്ഷീകരണത്തിന് ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഉടമ്പടി വഴി ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള തനത് അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട് പ്രത്യക്ഷീകരണം. അതുകൊണ്ടാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. അവരുടെ വ്യത്യാസം ഉണ്ടാകും ഉടമ്പടിയിൽ. നിങ്ങളുടെ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അത് ഈ ലൂപ്പിങ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷയമുണ്ട്, ഓക്കെ, വീടിന് ലോണ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ ജയിലിലാണെങ്കിൽ അവർ പുറത്തിറങ്ങണം, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ദാറ്റ് മേ ബി അത്. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ബേസിക്കായിട്ട് എന്താണത്? അത് അമ്മയുടെ പ്രത്യക്ഷീകരണം 2004 ഡിസംബർ 7 സംഭവിച്ച പ്രത്യക്ഷീകരണം. ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് സമയഘടികാരത്തിൽ ചാർത്തിയ ലോക അന്ത്യത്തിൻ്റെ കളർ കാണിക്കുന്ന ഈ പ്രത്യക്ഷീകരണം അത് സഭ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണത്തെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വല്ലാത്ത മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വിസ പ്രോസസ്സിങ് നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടണം എന്നും പറഞ്ഞ ആ ഒരു വിഷയത്തെയാണ്, വ്യക്തിപരമായ വിഷയത്തെയാണ് മാത്രമാണ് നിങ്ങൾ ലിങ്ക് ചെയ്യണമെന്നെങ്കിൽ ഉടമ്പടി കിതക്കും. പറയണ അത്രയ്ക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് കയറത്തില്ല ഇത്. കാര്യം ഇത് എപ്പോഴും നമ്മൾ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് വരണമെന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതെടുത്ത് മാറ്റിക്കുത്തണം. ഇപ്പം നമ്മൾ ഒരു ലൈൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലൈൻ കുത്തും. ആ ലൈനും പോയി കഴിഞ്ഞാൽ അടുത്ത ലൈൻ കുത്തും. അതാ 3 ഫേസിൻ്റെ ഒരു ഗുണവതാണ്. അപ്പോൾ നിങ്ങളിത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്ലഗിങ് നടത്തണം. ഇതിൻ്റെ ഒരു മെക്കാനിസം പ്രോപ്പർ പ്ലഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്?
നിങ്ങൾ നിങ്ങളുടെ വിഷയവുമായിട്ടാണ് ഉടമ്പടി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങ് അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യത്തില്ല. ഇത് പ്ലഗ് ചെയ്യേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ടാണ് പ്ലഗ് ചെയ്യേണ്ടത്. നിങ്ങളെന്താ ദൈവത്തോട് പറയേണ്ടത്? ഉടമ്പടി എടുത്തുകൊണ്ട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അതാണ് സംഭവം. അപ്പം നിങ്ങൾ മരം അറിഞ്ഞു വേണം കൊടിയിടാൻ. അപ്പം അതുകൊണ്ട് ഈ കൊടി നശിക്കണമെമ്പോൾ മരം നശിക്കണ മരങ്ങളില്ലേ, അത് അങ്ങനെ ഇടത്തില്ല. അത് കൊടിയുടെ കാലം കഴിഞ്ഞാലും മരം നിൽക്കണത് കാണാം. അതിന് മരം അറിഞ്ഞ് കൊടിയിടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് കൊടിയെന്ന് പറയുന്നത് എന്താണ്? കുരുമുളക് കൊടി. കിഴക്കുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, പടിഞ്ഞാറുള്ളവർക്ക് കൊടിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും കൊടിയെന്നേ മനസ്സിലാകത്തുള്ളൂ. അപ്പം മരം പറഞ്ഞ് കൊടിയിട്ടെന്ന് പറഞ്ഞാൽ കുരുമുളക് കൊടിയുടെ കാര്യമാണ് പറയണത്. അത് വല്ല കൊന്നപ്പത്തെല്ലാം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ അഭിപ്രായത്തിൽ പ്ലഗിങ് സൂക്ഷിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കാൻ എന്നെ കൂടി അതിൻ്റെ അകത്ത് എൻ്റെ പ്രാർത്ഥന കൂടി അമ്മ സ്വീകരിക്കണം. ദൈവമേ, അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ ഈ പത്രം കൊടുക്കുന്നു, ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നു. അപ്പോൾ ഇതെല്ലാം അപ്പോഴും ജെന്യൂനായിട്ടുള്ളൊരു പ്ലഗിങ് വരും അവിടെ. ജെന്യൂൻ പ്ലഗിങ് വന്നാൽ പിന്നെ നമ്മൾ ഇത്രയും കിതക്കേണ്ട കാര്യമില്ല. ഇപ്പം അതെല്ലാം വളരെ പെട്ടെന്ന് മെക്കാനിക്സായിട്ട് ചെയ്യണ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ മീൻ വെട്ടണം, നമ്മൾ കത്തിയെടുത്ത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ തല ചീവി കാല് വെട്ടി അതിൻ്റെ ചിറക് വെട്ടിയൊക്കെ ഇരിക്കട്ടെ. ഇപ്പം അങ്ങനെ അപ്പം ചൈനയിലൊരു മെഷീൻ കണ്ടില്ലേ, ഒരു മീനങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിക്കഴുകി മെഷീനിങ്ങോട്ട് തരും. ഇപ്പം പോയി അത് മേടിക്കണ്ട, അവിടെ ഇരിക്കുക, ധ്യാനം കഴിഞ്ഞിട്ട് പോവുക. അപ്പോൾ അത് കാലം മാറി. അല്ലെങ്കിൽ നമ്മൾ ഒരു മീനുമായിട്ട് എത്ര നേരം ഇരിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്ലഗിങ് ജെനുവിനാണെങ്കിൽ പെട്ടെന്ന് സ്പീഡപ്പ് ആവും. നമ്മളുടെ കാര്യത്തിനാണിത് വെക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിൻ്റെ അകത്ത് എന്താ കാര്യം? അതുകൊണ്ട് ദൈവം അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ജെനുവിൻ പ്ലഗിങ് ഒരു പ്രധാനപ്പെട്ടതാണ്. അത് ആത്മാർത്ഥമായിട്ട് വേണം ഇത് പ്ലഗ് ചെയ്യാൻ. അത് നിങ്ങളും നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് തോന്നണം. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നത് ദൈവത്തിൻ്റെ ആവശ്യമാണത്. പക്ഷെ അത് നമ്മുടെ ആവശ്യമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. ഈ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കാര്യം കുറച്ച് സിമ്പിളാവും. ഞാൻ പറഞ്ഞു റോസ് ബെയിനിയുടെ കാര്യം പറഞ്ഞില്ലേ, റോസ് ബെന്നിയുടെ കാര്യം പറഞ്ഞാൽ ബെന്നി പറയും, എന്ത് ചെയ്യും റോസേ, നമ്മെങ്ങനെ ജീവിക്കും, ഈ മഴയൊക്കെ കണ്ട മഴ മാറുന്ന ലക്ഷണമില്ല എന്നൊക്കെ പറയും. അപ്പോൾ റോസ് പറയും, നമ്മൾ അമ്മയുടെ ഉപ്പല കൊണ്ടുവന്ന് ഇട്ടിരിക്കണത്, അപ്പോൾ ഇതിന്ന് നമുക്ക് തരാതിരിക്കുക, താഴെ പണി ചെയ്യും, കുർബാനെ കൊണ്ട് കാശ് കൊടുത്തിട്ട് എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ എന്ത് ഒരു ക്രൈസിസ് ടൈമിൽ വൈഫ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ വൈഫായിട്ട് അങ്ങോട്ട് മാറുകയാണ്. ഇത് അതായത് ഈ ക്രൈസിസ് ടൈമല്ലേ ഇത്. 9 ഏക്കറുണ്ട്, അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി കടം മേടിച്ചാലേ വിത്ത് കിട്ടത്തുള്ളൂ വിതക്കാൻ വേണ്ടി. അപ്പോൾ ഈ ന്യൂനമർദ്ദം കയറി തലക്ക് മുകളിൽ തൂങ്ങുമ്പോൾ എന്താ പറയണത്, താനത് ഒരു കുർബാനക്കൊണ്ടേ കാശ് കൊടുക്കുക. കുർബാനക്കൊണ്ടേ കാശ് കൊടുക്കാൻ പറഞ്ഞാൽ എന്താണ്, പൂർവികർ ഇല്ലേ നമുക്ക്, അവരുടെ സ്വത്താണല്ലോ നമ്മൾ തിന്നണത്. അത് ബോധമുണ്ടാണ് അതിനെക്കുറിച്ച്. ഇനി അപ്പനും തന്നില്ല, അമ്മാമ്മ തന്നില്ല, അപ്പാപ്പൻ തന്നില്ലെന്ന് പറയരുത്. നമ്മുടെ തടി തന്നെ അവർ തന്നതാണ്. ഇല്ലേ, ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? അതാണ് പൂർവികരുടെ ഇനി ആത്മകാര്യങ്ങളുടെ കാര്യം ഇപ്പോൾ ചെയ്യാൻ പറയും. അതൊക്കെ ഒരു ജ്ഞാനമല്ലേ ഈ റോസ് പറയണത്. എന്നുവെച്ചാൽ അപ്പൂപ്പന്മാർക്ക് ആർക്കെങ്കിലും ദൈവദൃഷ്ടൻ്റെ കടമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും എൻ്റെ കൂടെ പള്ളി വാ. അപ്പോൾ ഉടനെ ബെന്നി പിന്നെ അവർ വിശ്വാസമുള്ളവർ പിന്നെ അവളുടെ വിശ്വാസം കണ്ടപ്പോൾ ബെന്നിക്കും തോന്നി എന്നാൽ അവളുടെ കൂടെ പള്ളിയിൽ പോകാം, കുർബാനയ്ക്ക് പൈസ കൊടുക്കാം. അങ്ങനെ അവർ കൊടുത്ത് അതിൽ ബെന്നി രണ്ടാമത് കൊന്ത് ഇതിന് ചുറ്റും. അപ്പോൾ റോസിന് പണ്ടേ ചെയ്തൊരു പണി കാണിച്ചു കഴിഞ്ഞാൽ
ഈ പാടത്തിൻ്റെ 9 ഏക്കർ അവൾ നടക്കും കൊന്തയിലിക്കൊണ്ട്. അത് ഞാറ് ഉണ്ടായ കാലം മുതൽ ചെയ്യണ കാര്യമാണ്. അപ്പം അവരത് ആപ്ലിക്കേഷൻ ചെയ്യണം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കും, ഇത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നാട്ടുകാരെ കാണിക്കണമെന്ന് ചോദിക്കും. ചില കാര്യങ്ങൾ നാട്ടുകാരെ കാണിക്കണം നമ്മൾ. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, നമുക്ക് മുടക്കമൊന്നുമില്ല. എൻ്റെ പേര് സലോമി ഗിൽബർട്ട്. ഞാൻ വൈപ്പിൻ മാനാട്ടുപറമ്പ് ത്രിഹൃദയ ദേവാലയ ഇടവാംഗമാണ്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ തിരുസന്നിധിയിൽ സാക്ഷ്യം പറയാനായിട്ട് കടന്നു വന്നത്. ആദ്യമായിട്ട് എനിക്ക് 25 വർഷത്തോളമായിട്ട് വൈറ്റ് ഡിസ്ചാർജിൻ്റെ അസുഖമുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഉടമ്പടിയിലൊന്നും എഴുതിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ, ഓരോ ആരാധനയുടെ സമയത്തും ആ അസുഖത്തെക്കുറിച്ച് എടുത്തു പറയുകയും അത് അനുഭവിക്കുന്ന ആ വേദനകളൊക്കെ അച്ഛനോട് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പം ഞാൻ 3 പ്രാവശ്യവും എൻ്റെ ആ അസുഖത്തെ വയറുമേ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ആ അസുഖം മൂലം ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു. ഒത്തിരി സ്മെല്ലൊക്കെ വന്നിരുന്നു. ഒത്തിരി മരുന്ന് കഴിച്ചിട്ടും കുറവില്ലാത്തൊരു അസുഖമായിരുന്നു. ആ ആരാധനയുടെ സമയത്ത് അച്ഛൻ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 2 മാസമായി എനിക്ക് ആ അസുഖം ഒട്ടും തന്നെ ഇല്ല. പൂർണ്ണമായി ഞാൻ അസുഖത്തിൽ നിന്ന് സുഖപ്പെട്ടു. അടുത്തതായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളുടെ ഭാഗത്തുള്ള ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതിൽ ഒരു മകള് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ആ മകൾക്ക് വേണ്ടി ഞാൻ ഈ തിരുനടയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് ഈ മകൾക്ക് ഉദരഫലം കൊടുത്ത് അവരെ വിശ്വാസത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുത്തുകയും അടുപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ ആ മകളെ പ്രത്യേകം പേര് ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ മകൾക്ക് ഉദരഫലം നൽകി. പക്ഷേ അത് ഒത്തിരി പ്രയാസപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. ആ ഗർഭിണിയായ നിമിഷം മുതൽ ആ പ്രസവിക്കുന്ന സമയം വരെയും ഒരമ്മയും സഹിക്കാത്ത ഒത്തിരി വേദന ആ മകൾ സഹിച്ചു. കുമ്പിടാനോ നിവരാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ 7 മാസത്തിന് മുമ്പ് തന്നെ ആ മകൾക്ക് സ്റ്റിച്ച് ഇടേണ്ട ഒരവസ്ഥ വന്നു. കാരണം 7ാം മാസത്തിൽ എന്തായാലും പ്രസവിക്കും എന്ന് വരെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുത്തെ നേർച്ച വസ്തുവായ ഉപ്പും പത്രവും അതിൻ്റെ അമ്മയുടെ അടുത്ത് കൊടുത്തു വിട്ടു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കാനും പറഞ്ഞു. പിന്നെ ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ മാതാവെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള കൃപ നൽകി ആ മകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഏറ്റവും വലിയൊരു കൃപ ഈ കഴിഞ്ഞ മാസം നവംബർ അവസാനമായപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ 9 മാസം തികഞ്ഞ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കാനുള്ള കൃപ നൽകി ആ മകളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അച്ഛനിവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. അപ്പം ഞാനൊരു കുറി ചേർന്ന്, ചെറിയൊരു കുറിയാണെങ്കിൽ പോലും എപ്പോൾ കുറി ചേർന്നാലും ഏറ്റവും അവസാനം കിട്ടുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ആ മാസം ഫസ്റ്റിലത്തെ കുറി എനിക്ക് തന്നെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാനപ്പോൾ കൂടിയിരുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് കുറി കിട്ടണമെന്ന്. ഞാൻ കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ചെറുതാണെങ്കിലും എനിക്ക് ആ കുറി കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്ന തിരുവചനം ചെറുതായാലും വലുതായാലും ആഴമുള്ള വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മൾക്കത് ലഭിക്കുമെന്ന് ഞാൻ ഈ സമൂഹത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ തൊട്ട് അയൽവക്കത്തെ ചേച്ചി എന്നോട് മിണ്ടില്ലായിരുന്നു. വഴക്കൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ എന്താണെന്നറിയില്ല, മിണ്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്ത് പോയതിൻ്റെ ആ മാസം തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഭാര്യയും ഭർത്താവോട് ഭയങ്കര വഴക്കിട്ടു. അപ്പം ഞാൻ ഓടി അവരുടെ വീട്ടിൽ ചെന്നു. അവരെന്തോ ഭയങ്കരമായിട്ട് സ്ഥിരം സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിച്ചു. അവരുടെ ആ പ്രശ്നത്തിൽ ഇടപെടാനും ഇപ്പോൾ ഇന്ന് വരെയും ഭയങ്കര സന്തോഷത്തോടുകൂടി ഇങ്ങോട്ട് സംസാരിക്കുന്നു. ആ വഴക്ക് മാറി വളരെ സ്നേഹത്തോടെ പെരുമാറാനായിട്ട് സാധിച്ചു. ഇതെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോ ചൊരിഞ്ഞ കൃപകളാണ്. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അതിന് അവിടുന്ന് കാലവിളംബരം വരുത്തുമോ? കർത്താവ് അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന തിരുവചനത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധ അമ്മ വഴി ഈശോ ചൊരിഞ്ഞ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞു. റോസ്ലി ജോസഫ്. ഞാൻ ചേർത്തല മുട്ടം ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ആദ്യത്തെ സാക്ഷ്യം.
ഇവൾക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൾക്ക് ശരീരം മുഴുവൻ നീര് വെച്ച് വരുന്ന കണ്ടു. ഞങ്ങൾ അത് ആശുപത്രിയിൽ കൊണ്ടുപോയി ചെന്ന് പരിശോധിച്ചപ്പോൾ അവൾക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം എന്നുള്ള അസുഖമാണെന്ന് പറഞ്ഞു. അത് യൂറിനിൽ കൂടി പ്രോട്ടീൻ വളരെ ഹൈ ആയി പോകുന്ന ഒരവസ്ഥയായിരുന്നു. അതിന് ഞങ്ങൾ മരുന്ന് കഴിക്കുകയും തിരിച്ച് മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞ് നിർത്തുകയും ചെയ്തു. പിന്നെയും ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് വീണ്ടും കണ്ടുകൊണ്ടിരുന്നു. പനിയും ജലദോഷവും ഒന്നും വരുത്തരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനിവിടെ 17 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെയും ഇതുപോലെ കണ്ടപ്പോൾ അച്ഛൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അച്ഛൻ വയറിൽ കൈവിരൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഇവൾക്ക് ഈ യൂറിനിൽ കൂടി ആൽബുമിൻ ഉണ്ടാകുന്ന ഈ അസുഖം ഉണ്ടായിട്ടില്ല. അതുപോലെ പനിയും ജലദോഷവും ഉണ്ടാകുമ്പോഴാണ് ഇത് കൂടുതലായി കാണുന്നതെന്ന് പറഞ്ഞു. പനിയും ജലദോഷവും ഉണ്ടായിട്ടും ഇവൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. പിന്നെ എൻ്റെ ഈ മകൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് വേണ്ടി വളരെ പുറകോട്ടായിരുന്നു. പരീക്ഷയൊക്കെ വളരെ പുറകിലായിരുന്നു. അവൾക്ക് അതിനും നല്ല മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിച്ചു. പിന്നെ വീട്ടിലെ എനിക്ക് വീട് വയ്ക്കുന്നതിനുള്ള ഭാഗം ചെയ്ത് സ്ഥലം നൽകി. അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ്. പിന്നെ വീട്ടിലുള്ള അതിര് തർക്കം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം സാധിച്ച് ഞങ്ങൾക്ക് ചുറ്റും മറയ്ക്കുവാനായിട്ട് സാധിച്ചു. പിന്നെ നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പ്ലസ് 1 പഠിക്കുന്നത്? പ്ലസ് 1 പഠിക്കുന്ന ലിയയുടെ സാക്ഷ്യമാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ഇത് പറയാൻ വൈകിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ലിയയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് ബുദ്ധിമുട്ടായിരുന്നു? അതെങ്ങനെ മാറി? ജനങ്ങളോടൊന്ന് പറഞ്ഞേ, ഈശോ എനിക്ക് എന്താണ് ചെയ്തതെന്ന്. ഇവർക്കെല്ലാവരും കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഈശോ എനിക്ക് വലിയ അനുഗ്രഹമാണ് തന്നത്. ശരീരത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖം വന്നപ്പോൾ? എൻ്റെ ശരീരം മൊത്തം നീര് വെച്ച് ഇങ്ങനെ വരും. പനി വരാൻ നേരത്ത് നീര് വെച്ച് വരും. കാലിലൊക്കെ നീരുണ്ടായിരുന്നോ ആ സമയത്ത്? യേശുവെ നന്ദി, മാതാവേ നന്ദി. എൻ്റെ പേര് അമ്മണി പൗലൂസ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് പുത്തൻകുരിശിൽ നിന്ന് വരുന്നു. ഞാൻ ഫെബ്രുവരി 1-ാം തീയതിയാണ് അന്ന് തന്നെ ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങളാണ് വെച്ചിരുന്നത്. അതിൽ 3 എനിക്ക് സാധിച്ചു കിട്ടി. ഒന്നാമതായി എൻ്റെ മകളുടെ എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ ഇളയ മകളുടെ അവർ ഭർത്താവും ഭാര്യയും തമ്മിൽ പിണക്കത്തിലായിരുന്നു ഒരു 7 വർഷമായിട്ട്. ഞാൻ ഉടമ്പടി എടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോൾ അവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നു. പിന്നെ രണ്ടാമത്തേത് എൻ്റെ വീട് പണിയുടെ മെയിൻ്റനൻസ് നടക്കുന്നതിനായിരുന്നു. അത് ഭർത്താവിന് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ അത് മെയിൻ്റനൻസൊക്കെ കഴിഞ്ഞു. അമ്മ അത് സാധിച്ചു തന്നു. മൂന്നാമതായി എൻ്റെ മകളിപ്പോൾ ആദ്യം സാക്ഷ്യം പറഞ്ഞിരുന്നു, സോണി പോൾ. അവളുടെ PhD റിസൾട്ട് വരാൻ വൈകിയിരുന്നു. 1.5 മാസം ഞാൻ ഉടമ്പടി എടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോൾ PhDയുടെ വൈവേ വന്നു. അന്ന് തന്നെ റിസൾട്ടും വന്നു. എല്ലാ സർട്ടിഫിക്കറ്റുകളും കിട്ടി. പിന്നെ എൻ്റെ അടുത്ത അയൽവക്കത്തുള്ള ഒരു 48 വയസ്സായ സജി എന്ന് പറയുന്ന ഒരുത്തന് ചെറുപ്പം മുതൽ ശ്വാസകോശം ചുരുങ്ങുന്ന അസുഖമുണ്ടായിരുന്നു. അത് ഞാൻ പത്രവും തൈലവും ഉപ്പും ഒക്കെ കൊണ്ടേ കൊടുത്ത് ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. മാസത്തിൽ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമായിരുന്നു. 10 മാസമായിട്ടിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല. നല്ല സൗഖ്യമുണ്ട്. പിന്നെ എൻ്റെ വലത്തുകാലിന് 20 വർഷമായിട്ട് ശക്തിയായ വേദനയായിരുന്നു. അത് നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം ഞാൻ ആ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ
അതും മാറി. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കൈവിരലിലും കാലിലും എല്ലാം കറുത്ത പാടായിരുന്നു. തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതും മാറിക്കിട്ടി. അമ്മയും തിരുകുമാരനും 1000 നന്ദി പറയുന്നു.